സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു ഇതിന് വേണ്ടി ഇറങ്ങുന്നത്. നമുക്കറിയാം ഇത് ഇവിടെ ഇല്ലാത്തൊരു സിസ്റ്റം അല്ല, പുതിയതായി കൊണ്ടുവരാനോ ശ്രമിക്കുന്ന ഒരു തസ്തികയല്ല. ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരു തസ്തികയാണ്. കഴിഞ്ഞ 6-7 മാസം വരെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു തസ്തികയാണ് രോഗികൾക്ക് ഇപ്പോൾ നിഷേധിക്കപ്പെടുന്നത്. ഇതിനെതിരെയാണ് ഞങ്ങൾ ഹോസ്പിറ്റൽ അധികൃതരോട് പലരും ഇത് ഞങ്ങളും നഴ്സിംഗ് സ്റ്റാഫും തമ്മിലുള്ള തർക്കമായി മാറ്റുകയാണ്. ഞങ്ങൾ ഈ ശബ്ദം ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇത് ഞങ്ങളെയും നഴ്സുകളും തമ്മിൽ അടുപ്പിച്ചിട്ട് എന്ത് നേട്ടമാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത്? വെറും 2 ആഴ്ച മാത്രം മാറ്റി ഒരിക്കലും ബ്ലഡ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ജൂനിയർ ഡോക്ടേഴ്സും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ കാര്യം ഞങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എല്ലാ വാർഡുകളിലും നമ്മൾ തന്നെ പഠിക്കുന്നുണ്ട്. നമ്മുടെ പഠന ഭാഗമായി നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ രക്തം മാത്രം എടുത്താൽ മതിയോ ഡോക്ടേഴ്സ്? നിങ്ങളെ പുറത്തുള്ള ആശുപത്രിയിൽ ചികിത്സിക്കാൻ വേണ്ടിയുള്ള ഡോക്ടർമാരാണ് ഇവിടെ ട്രെയിൻ ചെയ്തു വരുന്നത്. നിങ്ങളെ പുറമേയുള്ള ആശുപത്രിയിൽ നിങ്ങളുടെ രക്തം മാത്രം എടുത്താൽ മതി. നിങ്ങളുടെ രോഗം ചികിത്സിക്കുകയാണോ ഞങ്ങൾ ചെയ്യുന്നത്? നിങ്ങളുടെ രോഗത്തിലുള്ള മരുന്നുകൾ നിങ്ങളെ ആശ്വസിപ്പിക്കുകയാണോ ഞങ്ങൾ ചെയ്യേണ്ടത്? അതോ രക്തം എടുക്കുകയാണോ? അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും പ്രിൻസിപ്പലിന്റെ അധികൃതരുടെ അടുത്ത് വീണ്ടും പോയി കാണുന്നതാണ്. അതുവരെ നമ്മൾ അല്പസമയം ഒരു പ്രതിഷേധാത്മകമായി ഇവിടെ നിന്നിട്ട് നമ്മൾ തിരികെയാണ്. ഈ ഹോസ്പിറ്റലിലെ ഏറ്റവും മേലത്തെ നിലയിൽ എപ്പോഴും ഉണ്ടായി താമസിച്ച് നിങ്ങളുടെ ഡോക്ടർമാരാണ് ഞങ്ങൾ ഇവിടുത്തെ ട്രെയിനിങ് സ്റ്റാഫാണ്. ഒരു വർഷത്തെ പഠനത്തിന് ശേഷം ഡോക്ടർമാരായി 1 വർഷം പഠിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി കേരളത്തിലെ എല്ലാ കോളേജ് ആശുപത്രികളിലും വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരാണ്. ആ ഡോക്ടർമാർ നിങ്ങളെ എപ്പോഴും കാണുന്ന നിങ്ങൾ ഡോക്ടർമാർ 24 മണിക്കൂറും നിങ്ങൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ 24 മണിക്കൂറും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ ഈ കാഷ്വാലിറ്റി ലേബറും എല്ലാം മുടക്കി നിങ്ങളെ 2-3 ദിവസത്തിന് ചികിത്സിക്കേണ്ട എന്നൊരു മനോഭാവത്തോടുകൂടി ഞങ്ങൾ ഇറങ്ങുമ്പോൾ അതിന് തക്കതായ ഒരു കാരണമുണ്ട്. ആ കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ശരിയാണ്, ഇന്നിപ്പോൾ ഞങ്ങൾ സമരം ചെയ്യുന്ന അവസ്ഥയിൽ കാഷ്വാലിറ്റിയിലും പ്രസവ മുറിയിലും ICUവിലും OPകളിലും എല്ലായിടത്തും ഡോക്ടർമാരുടെ ഗണ്യമായ കുറവുണ്ടാവും. നിങ്ങൾക്ക് കിട്ടുന്ന ചികിത്സയിൽ ഗണ്യമായ കുറവുണ്ടാവും. പക്ഷേ ഞങ്ങളോട് ഉണ്ടായിരുന്ന സമയത്ത് ഈ ഉണ്ടായിരുന്ന 1 വർഷം, ഞങ്ങളുടെ ബാച്ച് 1 വർഷം ഉണ്ടായുള്ളൂ. അതിന് മുന്നത്തെ ബാച്ച് ഈ മെഡിക്കൽ കോളേജ് തുടങ്ങിയപ്പോൾ മുതൽ വർഷങ്ങളായി ഈ ഹൗസ് സർജൻസ് ആണ് നിങ്ങളെ നോക്കുന്നത്. ആ ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾക്ക് ലഭിക്കേണ്ട ചികിത്സ കൃത്യ സമയത്ത് ലഭിക്കുന്നില്ല എന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവനും മരണത്തിനിടയിലുള്ള പ്രാഥമിക ചികിത്സ നൽകേണ്ട ഞങ്ങളും ഇവിടുത്തെ സ്റ്റാഫും ഞങ്ങളുടെ ഇതര ജോലികളായ രക്തസാമ്പിളുകൾ കളക്ട് ചെയ്യുക, അത് രാവിലെ എത്തിക്കുക, അങ്ങനെയുള്ള ചുമതലകൾ ചെയ്യുമ്പോൾ കാഷ്വാലിറ്റിയിൽ വരുന്ന പുതിയ രോഗികളെ കാണുവാനും അവരുടെ രോഗവിവരങ്ങൾ എന്തെന്ന് കണ്ടെത്തുവാനും തക്കതായ സമയത്ത് തക്കതായ ചികിത്സ നൽകുവാനും ഞങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. അതിന്റെ ഫലമായി ഇവിടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിങ്ങൾ പലരും തക്കതായ ശരിയായ ചികിത്സ നിങ്ങൾക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തിൽ മെഡിക്കൽ കോളേജിൽ വരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും തക്കതായ ചികിത്സ ശരിയായ സമയത്ത് ലഭിക്കാതെ വരുന്നു. ആ ഒരു പ്രശ്നമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ബാക്കിയുള്ള മെഡിക്കൽ കോളേജുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നടക്കാൻ പറ്റുന്ന രോഗികളെ നമ്മൾ രക്തസാമ്പിൾ എടുക്കാൻ വേണ്ടി ലാബിലേക്ക് വിടും. നടക്കാൻ പറ്റാതെ വാർഡിൽ അഡ്മിറ്റായി കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? അവരുടെ അടുത്ത് പോയി രക്തം എടുക്കാൻ പറ്റുന്ന ലബോറട്ടറിസ്റ്റ് എന്ന ടെക്നീഷ്യന്മാരെ ബാക്കിയുള്ള മെഡിക്കൽ കോളേജുകളിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. 2012 ഇവിടെ അവരെ അപ്പോയിന്റ് ചെയ്യാനുള്ള ഓർഡറായി. എന്തുകൊണ്ട് ഇതുവരെ അവരെ വന്നിട്ടില്ല? എന്തുകൊണ്ട് ഇതുവരെ അവരെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല? എന്തുകൊണ്ട് ഇപ്പോഴും രോഗികളുടെ രക്തസാമ്പിൾ എടുക്കാൻ ഇവിടെ ആൾക്കാരില്ല? പാവപ്പെട്ട രോഗികളാണ് ചോദിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഇത് രോഗികൾക്ക് വേണ്ടിയാണ്. പാവപ്പെട്ട രോഗികൾ വാർഡിൽ അനങ്ങാൻ പറ്റാതെ ജീവനും മരണത്തിനിടയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന രോഗികളുടെ രക്തം എടുക്കാൻ ഇവിടെ ആൾക്കാരില്ല. അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെന്നാണ് അവർ പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ടാക്സ് ഒക്കെ ഇവരുടെ പേരാണെന്നുള്ളത്. അതൊക്കെ എന്തുകൊണ്ട് ഉപയോഗിച്ചത് ഒരു നോക്കിയിട്ടില്ല. ഞങ്ങളുടെ മാത്രം ആവശ്യമില്ല, നിങ്ങളെ കൂടെ ആവശ്യമാണ്. രോഗികൾക്ക് ചികിത്സ കിട്ടാന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പൊരുതുകയല്ലേ? അവരുടെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് വെച്ചാല് രോഗികൾ സംഘടിതരല്ല. ഇന്ന് വന്ന് അവർ നാളെ പോകുന്നവരാണ്. ആരും ഇവിടെ സ്ഥിരമായി നിൽക്കുന്നില്ല. അപ്പൊ എല്ലാവരും ഒരു ദിവസത്തെ പ്രശ്നമല്ലേ, നമ്മൾ ലാബിൽ പോയി ബ്ലഡ് കൊടുത്തോളാം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. ആ ഒരു വീക്ക് പോയിന്റ്
പോകുന്നതാണ്. അവരുടെ എല്ലാ റിസ്ക്കും ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഇതൊരു ശാശ്വത പരിഹാരം വേണം. ഒരിക്കലും രോഗി ചിന്തിക്കില്ല ഇനിയിപ്പോ ഇന്ന് ഞാൻ ടിക്കറ്റ് എടുക്കാം, ഇന്നിപ്പോൾ സമരം ചെയ്ത് തീരുന്നതാക്കി പോകണമെന്ന് നമ്മൾ വിചാരിക്കാം. കൂടെയുള്ള ബുദ്ധിമുട്ടുള്ള അതിന് അസുഖം എന്തെങ്കിലും നമ്മൾ വീക്കായി നിൽക്കുന്ന സമയമാണ്. എന്തെങ്കിലും അസുഖം ഒന്ന് മാറേണ്ടത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ആ മെന്റാലിറ്റി ചൂഷണം ചെയ്യാൻ നമ്മൾ ഇനി അനുവദിച്ചുകൂടാ. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഈ സമയത്തിന് വേണ്ടി. ഇത് തീരുവാണ് എന്തായാലും. No.